അടുക്കളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിൽ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൊണ്ടുള്ള ഒരു ചിക്കനാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒരു 1/2 കിലോ ചിക്കനാണ് ഇന്ന് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളാണ് ഇന്നത്. അപ്പം നമുക്കിത് പുരട്ടി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പുരട്ടി വെക്കാം. അതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ പിന്നെ പുരട്ടി വെച്ച് അതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിത് പുരട്ടി വെക്കാം. ചേരുവകൾ: ക്യാരറ്റ്, ഉള്ളി, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, തക്കാളി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി മസാല പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ഉണ്ട്, മറ്റ് ചില്ലി ഉണ്ട്, രണ്ടും കൂടിയുള്ള മുളക് പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂണ് നമുക്കത് പുരട്ടി വെക്കാനുള്ളതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യമായ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെക്കാം. ചേരുവകളെല്ലാം ചേർത്ത് വെച്ച ചിക്കനാണിത്. അത് ചേർത്ത് നമ്മളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറുനാരങ്ങ നീര് ഒഴിക്കണം. 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടാണ് ഇത് പുരട്ടി വെക്കുന്നത്. ഒരു 4 മണിക്കൂർ പുരട്ടി അതിൽ പിടിച്ച ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ചിക്കനാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുക. ഇത് മസാലകളെല്ലാം തേച്ച് പുരട്ടി ആവിക്ക് വെക്കുക. ആവിക്ക് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യെല്ലാം ഈ അരിപ്പ പാത്രത്തിൽ കൂടി അത് വെള്ളത്തിലേക്ക് താഴോട്ട് പോകും. ഞാനിത് ആവിക്ക് വെക്കുവാണേ. ഒരു 5 മിനിറ്റ് ആവി കയറുക. ആവി കയറുമ്പോൾ തന്നെ ഇതൊരു പകുതി വേവാകും നമുക്ക്. അപ്പം ചിക്കൻ ഒന്ന് ആവി വരുമ്പോഴത്തേനും ഇതൊരു പകുതി വേവായി വരുമ്പോഴത്തേനും നമുക്ക് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് അതിന് 1/2 കിലോ ചിക്കൻ ഞാൻ 2 ഉള്ളിയാണ്, സാമാന്യ ഒരുവിധം വലിയ ഉള്ളി തന്നെയാണ്. 2 ഉള്ളി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആ വെളിച്ചെണ്ണയിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാൻ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റാം നമുക്ക്. ഇനി നമുക്ക് ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അതിലേക്ക് വലിയൊരു ക്യാരറ്റാണ്, ഒരുവിധം വലുത്, ഒത്തിരി വലിപ്പമല്ല എങ്കിലും ഒരുവിധം വലിയ എല്ലാം 1 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. എല്ലാം ഒരേ സമമായിട്ട് 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, അത് 1 ഉരുളക്കിഴങ്ങ്, ഒരു 5 ബീൻസ്, 5 ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അത് ഒരെണ്ണം വേണ്ട, പകുതി. അതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടത്, ഇഞ്ചി കനം കുറച്ച് നമ്മൾ ആദ്യമേ ഇഞ്ചി പേസ്റ്റ് തേച്ചിട്ടാണ് ചിക്കനെല്ലാം പുരട്ടി വെച്ചേക്കുക. അതനുസരിച്ച് 1 സ്പൂണ് നീളത്തിലരിഞ്ഞ ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി എല്ലാം നമ്മൾ ചേർത്താണ് ചിക്കനിലേക്ക് 1 സ്പൂണ് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, 1 തക്കാളി, അത്ര വലിപ്പമില്ല എങ്കിലും ഒരുവിധം വലിപ്പമുള്ള 1 തക്കാളി. ഇനി ഇതൊന്ന് ആവി വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായി. അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ മസാലകളാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, രണ്ടും കൂടെ കൂടിയിട്ടുള്ള ചില്ലിയാണ്.
അത് ഒരു നിറം കിട്ടാനും എരിവനുസരിച്ച് മാത്രം. അത് ഒരു ടീസ്പൂൺ മതി. അത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് 1 സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി തട്ടി പൊത്തി ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇതിൽ ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സിമ്മിൽ അങ്ങ് വേണം, ചെറിയ തീയിൽ നമ്മൾ നല്ലോണം ചെറിയ തീയിൽ അങ്ങ് വെക്കുക. ഇതാ മസാല എല്ലാം പിടിച്ച് നല്ല വെണ്ണം അത് വഴന്ന് വരുന്നിടം വരെ നമുക്ക് തട്ടിപ്പൊത്തി ചെറിയ തീയിൽ നമുക്ക് ഇത് അടച്ചങ്ങ് വെക്കാം. നമുക്കിനി ചിക്കൻ തുറന്നു നോക്കാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഇതാ വെന്തിട്ടുണ്ട്, ഒരു വിധം വേവായിട്ടുണ്ട്, പകുതി മുക്കാലും വേവായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ മുക്കി പൊരിച്ചെടുക്കുകയല്ല, ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ച് മറിച്ച് വിട്ട്, കാരണം നമ്മളിത് ആവിക്ക് വെച്ച് വേവിച്ചതാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചിങ്ങെടുത്താൽ മതി. ഒരു ഫ്രൈ രൂപത്തിൽ, ഒത്തിരി വെളിച്ചെണ്ണയിലൊന്ന് മുക്കി പൊരിച്ചാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് തിരിച്ച് മറിച്ച് വേവിക്കുന്ന മറ്റുള്ള എണ്ണയെ നമുക്കിന്ന് പാടുള്ളൂ, കാരണം ഇത് വെന്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ചെറിയ രൂപത്തിലൊരു ഫ്രൈ ആക്കി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആയെന്ന് നോക്കാം. വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കറിവേപ്പില എത്ര ഇട്ടാലും അത്രയും നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട് ഒന്നും കൂടി ഇത് തട്ടി പൊത്തി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട്, മല്ലിയിലയും കൂടെ വെതറി കൊടുത്ത് ഒന്ന് ഇളക്കി ഇതല്ല തന്നത്തെ കഴിച്ചു നോക്കാം ആദ്യം, എന്നാലും അറിയാം വിവരം. കഴിക്കേ കൊള്ളാല്ലേ? അടിപൊളി, സൂപ്പർ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈസി അപ്പോൾ റെഡി, ചിക്കനും റെഡി. ഞങ്ങളുടെ ചിക്കനും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക.